ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ അരികിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് എത്രയും വേഗം എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ പഴയതിലും ശക്തമായിട്ട് തിരിച്ചു വരണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഈ ഒരു വ്യക്തി കരുതുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് കാണുകയില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാകും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി തുടരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഈ ഒരു സമയം, ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്ത് ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അകന്നു കഴിയുന്നവരായിരിക്കാം. മേ ബി ഒരു 10 months അല്ലെങ്കിൽ ഒരു 1 year ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം വിഷമത്തിലാണ്, വളരെയധികം ഡിപ്രസ്ഡാണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ഒരു വ്യക്തിയായിരിക്കാം ഒരു ക്ലാരിറ്റി തരാതെ. അപ്പം അതൊക്കെ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധമുള്ളതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സന്തോഷമൊന്നും വേണ്ട, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ സന്തോഷം മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള എക്സ്റ്റേണൽ എനർജീസ് ആയിരിക്കാം. ഏതായാലും ഈ ഒരു വ്യക്തിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അതൊന്നും വേണ്ട, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആ ഒരു വ്യക്തി പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ എനർജി നമുക്ക് കിട്ടിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചു. ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം പഴയതിലും ശക്തമായി തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചേക്കുന്നതാണ് കാണുന്നത്. അല്ലെ മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതായത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടങ്ങണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്കുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം റിലീസ് ചെയ്ത്
നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള ചിന്തയാണ് ഈ ഒരു വ്യക്തിക്ക്. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം. അപ്പം ആ ഒരു ഫാമിലിയുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം റിലീസ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ എത്രയും വേഗം അവരുടെ അരികിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങളെ മാറി നിന്ന് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ തോറ്റുപോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുമായിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അപ്പം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ഒരുപാട് സ്നേഹമുണ്ട്. അപ്പം അവരുടെ മനസ്സിലെ സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്, നിങ്ങളോടുള്ള സ്നേഹം. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നു. അപ്പം ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, അല്ലെ എന്ത് സാഹചര്യമാണ് ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന്, അല്ലെ എസ്കേപ്പായി വന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയനാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്, നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ. അപ്പം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആയിരുന്നു. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങളെ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നിന്നെ എനിക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നീ ആയിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അല്ലെ നിന്നിൽ നിന്നായിരുന്നു എനിക്ക് ഒരുപാട് കാര്യത്തിന് സപ്പോർട്ട് കിട്ടിയിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നീയുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ടാണ് ഞാൻ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. ഒരു കാർഡ് കൂടെ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നീയുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിനക്ക് നൽകണം. നമ്മളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിനക്ക് നൽകണം. അതൊക്കെയാണ് ഈ ഒരു സമയം ഞാൻ ചിന്തിക്കുന്നത്. നിന്നെ ഉപേക്ഷിച്ച് പോയ ആ ഒരു സമയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തുമാത്രം ആ ഒരു സമയത്ത് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ആ ഒരു എൻഡായി പോയ റിലേഷൻഷിപ്പിനെ വർക്ക് ചെയ്ത് ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള
തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നീയുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ഇപ്പോൾ എൻ്റെ ചിന്തകളിലേക്ക് വരുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത്, സോൾ മെസ്സേജ്. അപ്പം ഇനി യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുക. അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ലക്ഷ്യബോധമാണ് വേണ്ടത്. ജീവിതത്തിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല. നിങ്ങൾ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യബോധം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കൂ എന്നുള്ളത്. അപ്പം ഒരു കാർഡ് കൂടെ നോക്കട്ടെ. ഈ ഒരു സമയം നിങ്ങൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് പോകേണ്ടത്. അത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവും. അല്ലെ പാസ്റ്റിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ തളർന്നിരിക്കാതെ ഫ്യൂച്ചറിൻ്റെ സന്തോഷത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു സക്സസ്ഫുൾ ലൈഫാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ഈ ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. 2002 18 ലെറ്റർ I, കുംഭം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, മൂലം നക്ഷത്രം, 2 months, ബട്ടർഫ്ലൈസ്, കളർഡ് ഹെയർ, ലെറ്റർ Z, ചെന്നൈ, സോഷ്യൽ മീഡിയ, പൂയം, വെനസ്ഡേ, മൺഡേ, വൃശ്ചികം നക്ഷത്രം, വൃശ്ചികം മന്ത്, 1977 2001, ദുബായ്, ഹെൽത്ത് ഇഷ്യൂസ്, ലെറ്റർ V, ഫോട്ടോഗ്രാഫി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, ട്രിവാൻഡ്രം, 45, പൂരാടം നക്ഷത്രം, 1994, രോഹിണി നക്ഷത്രം, 57, ഉത്രാടം, 26, 46, 1990, ജൂൺ മന്ത്, 36, അക്കൗണ്ടൻറ്റ്, ലെറ്റർ H, പിങ്ക് കളർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, മൂവീസ്, 1996, 20, റോസ് ഫ്ലവർ, അത്തം നക്ഷത്രം, ലെറ്റർ G, 27, 43, നമ്പർ 15, 25, ലെറ്റർ A, 31, സെൻസിറ്റീവ്, നമ്പർ 17, കർക്കിടകം മന്ത്, 62, ചോതി നക്ഷത്രം, അബുദാബി, ഡിസംബർ മന്ത്, കോഴിക്കോട്, നമ്പർ 14, നമ്പർ 5, ട്യൂസ്ഡേ, 6, ഡ്രൈവർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.